ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് മുരിങ്ങയ്ക്ക കൊണ്ടൊരു മുരിങ്ങയ്ക്ക അവിയലുണ്ടാക്കാം. അധികം പച്ചക്കറികൾ ആവശ്യമില്ല ഈ അവിയലിന്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. മുരിങ്ങയ്ക്ക എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഈ വലിപ്പത്തിൽ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു മീഡിയം പൊട്ടറ്റോ നീളത്തിലരിഞ്ഞത്, കുറച്ച് ചുമന്നുള്ളി, 2 പച്ചമുളക്, 2 ചുമന്ന മുളക്, 1 തുണ്ട് കറിവേപ്പില, 2 ചെറിയ അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. പിന്നെ തേങ്ങ അരപ്പിനായി 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 2 ചുമന്നുള്ളി, പിന്നെ ആവശ്യത്തിന് ജീരകവും. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതെല്ലാം പൊട്ടിയ ശേഷം നമുക്ക് 2 വെളുത്തുള്ളി നീളത്തിൽ എറിയത്, 2 കറിവേപ്പില, കുറച്ച് ചുമന്നുള്ളി വരുന്നത്, 2 പച്ചമുളക്, 2 ചുമന്ന മുളക് കീറിയത് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഈ ഓയിലിൽ ഒന്ന് ഇളക്കാം. എല്ലാം ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെക്കുന്ന പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതിലേക്ക് നീളത്തിൽ കീറിയ മുരിങ്ങയ്ക്ക ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇളക്കിയ ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമുക്ക് മിക്സിയുടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ചുമന്നുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. 2-3 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ച അരപ്പെല്ലാം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് തുറക്കാം. മുരിങ്ങയ്ക്കയും പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേണ്ടി അതൊന്ന് തട്ടിപ്പറ്റി ശേഷം അടച്ച് വെച്ച് വീണ്ടും 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഈ അരപ്പൊന്ന് വേവുന്നവരെ നമുക്ക്
വെന്ത് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. മുരിങ്ങയ്ക്ക അവിയൽ റെഡി. ഇത് വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതോടൊപ്പം തന്നെ 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. എൻ്റെ വീഡിയോ അതിലേക്ക് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. മുരിങ്ങയ്ക്ക് അവയിലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക അവിയൽ റെഡി. മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് അവിയൽ റെഡി.